മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം എല്ലാ ദിവസവും രാവിലെ കളക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് അതത് ദിവസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക സംവിധാനവും നടക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ കർണാടകയിലെ ആംഗോളയിൽ വിനോദ് അർജുൻ എന്ന പേരായിട്ടുള്ളൊരു കോഴിക്കോട് സ്വദേശിയും അദ്ദേഹത്തിൻ്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഏതാണ്ട് മെയ് 4 മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇടതടവില്ലാത്ത വിധത്തിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുന്നും മണ്ണുമൊക്കെ മലയുമൊക്കെ കുതിർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മലയോരത്തുള്ള യാത്ര നല്ലതുപോലെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് യാത്ര ആവശ്യമെങ്കിൽ നിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള പവർ നമ്മൾ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. ജില്ലകളിലെ അടിയന്തരമായ പ്രവർത്തനങ്ങൾക്ക് പണമൊരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ 1 കോടി രൂപ വീതം എല്ലാ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ദുരന്തബാധിതമായിട്ടുള്ള വില്ലേജുകൾക്ക് 25,000 രൂപ വരെ അനുവദിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളും നേരത്തെ തീരുമാനിച്ചനുസരിച്ച് മുന്നോട്ട് പോകുന്നു. STMAയുടെ സെക്രട്ടറി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിനെ ഇപ്പോൾ പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലെ ഒരു സാഹചര്യം ഇന്നലെയൊക്കെ വളരെയധികം വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു നേരത്തെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അനുസരിച്ച് വടക്കൻ മലബാറിലും ഇടുക്കിയിലും ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന് കരുതിയിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായ മോണിറ്ററിംഗ് പോകുന്നുണ്ട്. വെള്ളം കൂടുതലുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കെട്ടുകളല്ലാതെ അപകടം വേറെ അർത്ഥത്തിൽ വരാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കണ്ടിട്ടില്ല. പക്ഷേ നല്ല ജാഗ്രത വേണം തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത്. നിലവിൽ കാര്യങ്ങൾ നമ്മുടെ അണ്ടർ കൺട്രോളിലും വിലയിരുത്തലുമാണ്. ഇത് ഉണ്ടാകുമെന്ന് നേരത്തെ കരുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയുമായി ബന്ധപ്പെട്ടെടുത്ത മുൻകരുതലുകൾ വിശദീകരിക്കുകയായിരുന്നു കെ രാജൻ.